വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി ഓഫീസർ ആരെങ്കിലും എന്നെ അഴിച്ചുവിടൂ എന്ന് പറഞ്ഞ് യാത്രക്കാരോട് ചോദിക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ തവണ സഹായിക്കണമെന്ന് വിചാരിച്ചിട്ട് സഹായിക്കാതിരുന്നില്ലേ ആ ചെറുപ്പക്കാരൻ പുതുമണവാളൻ, അവൻ ഇപ്രാവശ്യം പുറത്തിരിക്കാൻ പറ്റില്ല. അവൻ ആ ഹൈജാക്കർ കാണാതെ ഒളിച്ചു വന്ന് ഈ സെക്യൂരിറ്റി ഓഫീസറെ കെട്ടഴിച്ചു കൊടുക്കാൻ നോക്കും. അപ്പൊ ഹൈജാക്കർ ആണെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പം നടക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞിട്ട് അവൻ ആ സെക്യൂരിറ്റി ഓഫീസർ അടുത്തേക്ക് പോവാണ് അവനെ പിടിക്കാൻ വേണ്ടി. ഇത് മനസ്സിലാക്കിയ അറ്റൻഡർ ആൾക്കാരെ സഹായിക്കുന്നത് പോലെ ഈ ഹൈജാക്കറെ തടഞ്ഞിർത്തും. ഹൈജാക്കർ അവളെ തല്ലാൻ തുടങ്ങാണ്. ഇത് കണ്ട ഹീറോ ഹൈജാക്കറെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഡേഞ്ചർ സിഗ്നൽ ഓൺ ചെയ്യും. എല്ലാവരും പേടിച്ചിരിക്കുക. ഹൈജാക്കർ ഓടി വന്നിട്ട് എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റന്മാര് പറയും ഫ്ലൈറ്റിലെ എണ്ണയെല്ലാം തീർന്നു, ബോംബ് പൊട്ടിച്ചതിൽ ഓയിൽ ടാങ്കിന് ലീക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് ഇറക്കണം എന്ന് പറയും. ഹൈജാക്കർ എന്നെ പറ്റിക്കാൻ നോക്കുന്നോടാന്ന് ചോദിച്ചിട്ട് ക്യാപ്റ്റന്റെ മണ്ടയ്ക്കിട്ടൊരു അടി കൊടുക്കുന്നുണ്ട്. ഹീറോ ഫ്യൂൽ ഗേജ് കാണിച്ചു കൊടുക്കും. അതിലെ മുള്ളു താഴെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ സത്യമാണ്, നമ്മളിപ്പോൾ നോർത്ത് കൊറിയയിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞു, ഇനി എത്രയും പെട്ടെന്ന് ഇറക്കേണ്ടത് മാത്രമേ ഉള്ളൂ, ഒരു ലാൻഡിംഗ് ഏരിയ കണ്ടുപിടിക്കണം. ഇത് കേട്ട വില്ലൻ പയ്യൻ ചോദിക്കും, സത്യം പറ, നീ പറയുന്നത് സത്യമാണോ? നുണയാണെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. ഹീറോ, എന്റെ ജീവനിൽ സത്യമാണ്, നമ്മൾ നോർത്ത് കൊറിയയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് മെല്ലെ ഫ്ലൈറ്റ് താഴ്ത്തി ഓടിക്കാൻ തുടങ്ങും. ഒരു റൺവേ അവർ തപ്പിക്കൊണ്ടിരിക്കുക. മെയിൻ ക്യാപ്റ്റൻ പൈലറ്റിനാണെങ്കിൽ ഇപ്പൊ തീരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. മുഴുവൻ കൺട്രോളും നീയാണ് ചെയ്യേണ്ടത്, എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്നങ്ങേര് പറയും. അപ്പോഴാണ് ഹൈജാക്കർ ശ്രദ്ധിക്കുന്നത് ഫ്ലൈറ്റ് ശരിക്കും നോർത്ത് കൊറിയയിലേക്ക് എൻ്റർ ആയിട്ടില്ല. സൗത്ത് കൊറിയയുടെ അടയാളങ്ങൾ താഴെ പല സ്ഥലത്തും കാണാം. പ്രത്യേകിച്ച് അവരെ നാട്ടിലെ ഒരു ലേക്ക് കാണാം. ഇത് കണ്ട് ടെൻഷനായ ഹൈജാക്കർ കയ്യിലെ മറ്റൊരു ഗ്രനേഡ് ഊരിയിട്ട് മുന്നിരിക്കുന്ന പയ്യന്റെ കൈ കൊടുക്കും. നീ ഇത് അനക്കാതെ പിടിച്ചാൽ പൊട്ടിത്തെറിക്കില്ല. എപ്പോഴാണ് പൊട്ടിത്തെറിക്കേണ്ടതെന്ന് ഇനി ഞാൻ തീരുമാനിച്ചോളാം. കയ്യിൽ മുറുകെ പിടിച്ചോ. ആ പയ്യൻ കരയാണ് പേടിച്ചിട്ട്. കരയണ്ട, നിന്റെ പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ ആയിരുന്നില്ല. എന്റെ പുറത്തേക്ക് ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിക്കുമായിരുന്നു പോലീസുകാർ. ഞാൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുഞ്ഞു പയ്യനായ എന്റെ പുറത്തേക്ക് അവർ ചൂടുവെള്ളം ഒഴിച്ചു. നിങ്ങൾക്കത് കാണണ്ടേന്ന് പറഞ്ഞ് ഇവൻ ആ പൊള്ളിയ ഭാഗം കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഈ ചെറുക്കനെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് വന്ന് കോക്പിറ്റിലേക്ക് ഇടുകയാണ്. ക്യാപ്റ്റന്മാരോട് പറയും, നിങ്ങൾ ഞാൻ മണ്ടനാന്ന് വിചാരിച്ചോടാ, ഹാൻജിപ്പോ ലേക്ക് ഞാൻ കണ്ടതാണ്. ഈ നാട് കണ്ടാൽ നോർത്ത് കൊറിയയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫ്ലൈറ്റ് താഴെ ഇറക്കിയാൽ നിന്റെ തല ഞാൻ പൊട്ടിക്കും, പറപ്പിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം നിന്നെ കൊന്നുകളയെന്ന് പറയും. എന്നാൽ ഹീറോ ഫ്ലൈറ്റ് ഇറക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ചത്താലും കുഴപ്പമില്ല, കൂടെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തണം. അപ്പോഴാണ് വില്ലൻ ആ ചെറുക്കന്റെ തലയിലേക്ക് തോക്ക് മാറ്റി വെച്ചിട്ട്, ഫ്ലൈറ്റ് ധൈര്യം ഉണ്ടെങ്കിൽ ഇനി നീ ഇറക്കടാ, ഇവന്റെ തല ഞാൻ ഇപ്പൊ പൊട്ടിക്കുന്നു പറയും. സോ ആ ചെറുക്കൻ മരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ വീണ്ടും ഫ്ലൈറ്റ് പൊക്കി പറപ്പിക്കുകയാണ്. എന്നാൽ ഹൈജാക്കർ വിടുന്നില്ല. പറയുന്ന അനുസരിക്കാത്തതുകൊണ്ട് ഹീറോയുടെ തൊടയിലേക്ക് അവൻ വെടിപൊട്ടിക്കും. അപ്പൊ ക്യാപ്റ്റൻ ദേഷ്യപ്പെടും, നിനക്ക് പ്രാന്താണോടാ, എന്റെ കണ്ണും പൊട്ടിച്ചു, അവന്റെ കാല് നീ തകർത്തു, എനിക്കിനി ഒന്നും കാണാൻ പറ്റില്ല, എനിക്ക് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അവൻ മാത്രമേ ഉള്ളൂ ഇനി ഈ ഫ്ലൈറ്റ് എവിടെയെങ്കിലും എത്തുമോ എന്ന് തീരുമാനിക്കാൻ. അവനെ നീ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഇതിനകത്ത് ആരും ജീവനോടെ ഉണ്ടാവില്ല. അത് കേട്ട് ഹൈജാക്കർ പറയും, താൻ എന്നെ പേടിപ്പിക്കുകയാണോ? മരണത്തേക്കാൾ പേടിയാണ് ജീവിക്കാൻ, ഇവിടെ ജീവിക്കാൻ. ഞാനത് അനുഭവിച്ച, അതുകൊണ്ട് മരിക്കാൻ എനിക്ക് പേടിയില്ല. മിസ്റ്റർ പൈലറ്റ്, നന്നായി പഠിച്ചിരുന്നവനാണ് ഞാൻ, നിങ്ങളെപ്പോലെ ഒരു പൈലറ്റൊക്കെ ആയന്. എന്നാൽ എന്നെ പഠിപ്പിച്ച ടീച്ചർ എന്താ പറഞ്ഞെന്നറിയോ? ഞാനൊരു ചാരനാണ്, ഞാൻ സ്കൂളിലേക്ക് വരുന്നത് അവർക്ക് നാണക്കേടാണെന്ന്. ഞാനൊരു പക്ഷേ സൗത്ത് കൊറിയയ്ക്ക് നാണക്കേടായിരിക്കാം, എന്നാൽ നോർത്ത് കൊറിയയ്ക്ക് ഞാനൊരു ഹീറോ ആവാൻ പോവാ. അതുകൊണ്ട് പറഞ്ഞത് കേള്, നേരെ നോർത്തിലേക്ക് പോട്ടെ ഈ വിമാനം, ഇനി എങ്ങോട്ടും മാറരുത്. ഞാനുമായിട്ട് എന്തിനാണ് നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നത്? ഇവരെയെല്ലാം ജീവൻ വെച്ച് താൻ എന്തിന് റിസ്ക് എടുക്കണം? അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഫ്ലൈറ്റ് നേരെ നോർത്തിലേക്ക് വിട. ഇത് കേട്ട് ഹീറോ പറയും, താൻ പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിച്ചോളാം, തന്റെ കൂടെ നോർത്തിലേക്ക് വരികയും ചെയ്യാം. എന്നാൽ ഈ പാസഞ്ചേഴ്സിനെ വെറുതെ വിട്ടേക്ക്, അവരെ നമുക്ക് ഇറക്കി വിടാം. നീ നിന്റെ ജീവൻ പണയം വെക്കുന്നു, ഞാൻ എന്റെ ജീവൻ പണയം വെക്കുന്നു. നമുക്ക് രണ്ടുപേർക്ക് ഈ ഫ്ലൈറ്റ് ഓടിച്ച് നോർത്തിലേക്ക് പോകാം. ഒന്ന് ആലോചിച്ച് നോക്കാം, നീ അനുഭവിച്ച ദുരിതം അത് ഈ യാത്രക്കാരുടെ കുടുംബക്കാരും അനുഭവിക്കാൻ പോവുക. ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. അവരോരോരുത്തരും ചാരന്മാരായി മുദ്ര കുത്തപ്പെടും. പോലീസുകാർ വലിച്ചഴിക്കും. അത്രയും പേര് നീ അനുഭവിച്ച വേദന അനുഭവിക്കാൻ പോവാ. അത് വേണം? നീ നിന്റെ ജീവൻ പണയം വെക്കുന്നു, ഞാൻ എന്റെ ജീവൻ പണയം വെക്കാം. നമുക്കൊരുമിച്ച് പോകാം നോർത്തിലേക്ക്. ഇത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ഫൈറ്റർ ജെറ്റുകൾ അത് 2 ഇവർക്ക് തൊട്ടടുത്ത് പറന്നു വരുന്നു. കാരണം ഈ ഫ്ലൈറ്റ് നോർത്തിലേക്കാണ് പോണേന്ന് പട്ടാളക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഫൈറ്റർ ജെറ്റുകൾ പറഞ്ഞുവിട്ടിരിക്കുന്നത്. പണ്ട് ഹീറോ എങ്ങനെയാണോ ചെക്ക് ചെയ്ത് അതേപോലെ 2 പട്ടാളക്കാർ കോക്പിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഹീറോയോട് സൗത്തിലേക്ക് തിരിച്ചുവിടൂ, നോർത്തിലേക്ക് പോകരുത്, ഞങ്ങൾ ഷൂട്ട് ചെയ്യുമെന്ന് ഇവർ പറയും. ഹീറോ ഒന്നും മിണ്ടുന്നില്ല. ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിലെ ഒരു പൈലറ്റ് നമ്മുടെ ഹീറോയുടെ പഴയ ജൂനിയർ ആയിരുന്നു. അയാൾക്ക് ഹീറോയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാകും, ടേയിൻ, നീ എന്താണ് ഈ കാണിക്കുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഫ്ലൈറ്റ് തിരിച്ചുവിടൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. പഴയ കൂട്ടുകാരനോട് ഹീറോയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. റിസീവർ എടുക്കാൻ ഈ ഹൈജാക്കർ സമ്മതിക്കുന്നില്ല. ഹീറോ വില്ലൻ പയ്യനോട് പറയും, അവർ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാ, നമ്മൾ ഫ്ലൈറ്റ് തിരിച്ചില്ലെങ്കിൽ അവർ നമ്മൾ ഷൂട്ട് ചെയ്യും, അതാണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് കേട്ട ഹൈജാക്കർ, അവരെങ്ങനെ കഴിഞ്ഞ തവണ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ആ ഫ്ലൈറ്റ് എങ്ങനെ നോർത്തിലേക്ക് പോയി? നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഫ്ലൈറ്റ് നേരെ
നേരെ വിടുമെന്ന് പറയും. സോ ഹീറോ വീണ്ടും നോർത്ത് നോക്കി ഫ്ലൈ ചെയ്യുന്നു. ഈ പട്ടാളക്കാര് ഇത് കണ്ടിട്ട് ഇവർക്ക് വാർണിംഗ് ഷോട്ട്സ് കൊടുക്കും. വിമാനത്തിന് അരികത്തൂടെ ഷൂട്ട് ചെയ്യും. അപ്പോഴും ഹൈജാക്കർ അടങ്ങുന്നില്ല. തൊട്ടടുത്ത് തന്നെയല്ല ബോർഡർ, നീ ഉറപ്പായിട്ടും ബോർഡർ താണ്ടണം, അതുവരെ അവരെ ശ്രദ്ധിക്കണ്ടെന്ന് പറയും. അപ്പൊ ഹീറോ ഇല്ല, ബോർഡറിന് അടുത്തെത്തിയാൽ അവർ നമ്മുടെ എഞ്ചിനി ഷൂട്ട് ചെയ്യും, ലാൻഡ് ചെയ്യാൻ നിർബന്ധിക്കും, നമുക്ക് പിന്നെ പറക്കാൻ പറ്റില്ല, നീ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ ഫൈറ്റർ പൈലറ്റിനോട് സംസാരിക്കട്ടെ, അവരോട് ഷൂട്ട് ചെയ്യണ്ടെന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോ റിസീവർ എടുത്ത് ഡോങ് ചോയ് ദയവേത് ഷൂട്ട് ചെയ്യരുത്, നീ ഫ്യൂൽ ടാങ്കിൽ ഹിറ്റ് ചെയ്താൽ ഞങ്ങൾ എല്ലാവരും മരിക്കും, ഇതൊരു ഹൈജാക്കിംഗ് സിറ്റുവേഷൻ ആണ്, ദയവേത് ഷൂട്ട് ചെയ്യരുത്, കുറച്ച് വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പൊ ആ കൂട്ടുകാരൻ ഫൈറ്റർ പൈലറ്റ് ടെയിൻ, ഇത് പഴയ സിറ്റുവേഷൻ അല്ല, അന്നത്തെ പോലെയല്ല, ഇപ്പൊ കൊറിയൻ MG സ്ക്വാഡ് അവരുടെ ബോർഡറിലൂടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്, അവർ ഞങ്ങളെയും ഷൂട്ട് ചെയ്യും നിങ്ങളെയും ഷൂട്ട് ചെയ്യും, നിങ്ങൾക്ക് നോർത്ത് ക്രോസ് ചെയ്യാൻ പറ്റില്ല, അവരവിടെ കാത്തിരിപ്പുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെ ഷൂട്ട് ചെയ്യാതെ വേറെ വഴിയില്ല, അതുകൊണ്ട് ഫ്ലൈറ്റ് തിരിച്ചുവിട്, ഇപ്രാവശ്യം നിനക്കിത് തടയാൻ കഴിയില്ല. ഹീറോ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുക. അപ്പൊ മോളിൽ നിന്ന് ഓർഡർ വരും ഈ ഫൈറ്റർ പൈലറ്റുകാർക്ക്, ഷൂട്ട് ചെയ്ത് ഫോഴ്സ് ചെയ്ത് അവരെ ലാൻഡ് ചെയ്യിക്കി, അല്ലെങ്കിൽ നോർത്തുമായിട്ട് വലിയ യുദ്ധം സംഭവിക്കും, അവരെ ഷൂട്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. സോ കൂട്ടുകാരന് വേറെ വഴിയില്ലാതെ ഹീറോയുടെ ഫ്ലൈറ്റിന് നേരെ അവർ ഫയർ ചെയ്യാണ്. ഹീറോ ഫ്ലൈറ്റ് വെട്ടിച്ചോടിക്കും. അതുകൊണ്ട് എഞ്ചിനിലെ ബുള്ളറ്റ് കൊള്ളുന്നില്ല, വണ്ടിക്കകത്ത് വേറെ പല ഭാഗത്തുമാണ് ഈ ബുള്ളറ്റ് കൊള്ളുന്നത്. അതിലൊരെണ്ണം നമ്മുടെ ഹൈജാക്കറിനിട്ട് ഏൽക്കുന്നുണ്ട്, എന്നാലും അവൻ വീഴുന്നില്ല. വീണ്ടും ഉണ്ടകൾ കൊള്ളുമ്പോൾ ഫ്ലൈറ്റ് ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹീറോ ക്യാപ്റ്റൻ പൈലറ്റിനോട് എണ്ണ റിലീസ് ചെയ്യാൻ പറയും. അങ്ങനെ ക്യാപ്റ്റൻ പൈലറ്റ് എണ്ണ റിലീസ് ചെയ്യാൻ, ഫ്യൂവൽ റിലീസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക. കറക്റ്റ് ഈ ഫൈറ്റർ ജെറ്റുകളിലെ ഒരു ജെറ്റ് പുറകെ വരുമ്പോൾ ഈ എണ്ണ റിലീസ് ചെയ്യാൻ പറയും. അങ്ങനെ എണ്ണ റിലീസ് ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് വിഷം കിട്ടാതെ പുള്ളിക്കാരൻ ഫ്ലൈറ്റ് തിരിച്ചോടിച്ചുകൊണ്ട് പോവുക. ഇവർ അറ്റാക്ക് ചെയ്യുന്നില്ല. ഇനി ആ കൂട്ടുകാരന്റെ ഫൈറ്റർ ജെറ്റ് മാത്രമേ ഉള്ളൂ. അയാൾ ഹീറോയെ നിർബന്ധിക്കുന്നുണ്ട്, അടുത്തൊരു ബീച്ചുണ്ട്, അവിടെ ലാൻഡ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരും. ഹീറോ പറയും ഞങ്ങൾ ലാൻഡ് ചെയ്തോളാം, ദയവേത് ഷൂട്ട് ചെയ്യല്ലേ എന്ന്. പക്ഷേ വില്ലൻ സമ്മതിക്കുന്നില്ല. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, ക്യാപ്റ്റനെ ഞാൻ കൊന്നുകളയും, നേരെ നോർത്തിലേക്ക് വിട, നോർത്തിൽ പോകാതെ ഇത് പൊട്ടിയാലും കുഴപ്പമില്ല, ഇത് ലാൻഡ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഹീറോ വീണ്ടും പറക്കുന്ന കണ്ടിട്ട് ആ കൂട്ടുകാരൻ ഫൈറ്റർ പൈലറ്റ്, ടെയിൻ നീ ലാൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ മാത്രമല്ല നിന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന, നിനക്കിപ്പോൾ മിസൈൽ സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞു, യുദ്ധമുണ്ടാവാതിരിക്കാൻ വേണ്ടി നിനക്കെതിരെ ഇപ്പൊ മിസൈൽ തൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അതിനായി മറ്റൊരു ജെറ്റ് വന്നിട്ടുണ്ട്. ഹീറോ നോക്കുമ്പോൾ മറ്റൊരു മിസൈൽ ജെറ്റ് ഇവരെ പുറകെ വരുന്നുണ്ട്. എന്തായാലും ഈ ഫ്ലൈറ്റ് നോർത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് സൗത്തുകാർക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് അവർ മിസൈൽ അറ്റാക്കിനും തീരുമാനിച്ചു കഴിഞ്ഞു. ഹീറോ ഹൈജാക്കറോട് പറയും ഇപ്പൊ ലാൻഡ് ചെയ്തില്ലെങ്കിൽ നോർത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഫ്ലൈറ്റിലുള്ള എല്ലാവരും മിസൈല് പൊട്ടി മരിക്കേണ്ടി വരും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പ ഹൈജാക്കർ പയ്യൻ, മരണം ഞാൻ എന്നേ തീരുമാനിച്ചതാ, പക്ഷെ തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല, നരകത്തിലേക്ക് പോകുമ്പോൾ ഇപ്പം എനിക്ക് നിങ്ങളെല്ലാം കൂട്ടുമുണ്ട്, ഫ്ലൈറ്റ് നേരെ തന്നെ പോകട്ടെ, ഇതിനി ലാൻഡിംഗ് ഇല്ല. വിമാനം വീണ്ടും നോർത്ത് നോക്കി പറക്കവേ ആ സെക്കൻഡ് ജെറ്റ് മിസൈല് തൊടുക്കാൻ തയ്യാറാവും. ഇവര് മിസൈല് തൊടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂട്ടുകാരൻ ഫൈറ്റർ പൈലറ്റില്ലേ, അയാൾ ആ മിസൈൽ ജെറ്റിന് മുന്നിലായി അയാളുടെ ജെറ്റ് കൊണ്ടുപോയി നിർത്തി പറത്തിയിട്ട്, ഇതൊരു ഹൈജാക്കിംഗ് സിറ്റുവേഷനാണ്, ദയവ് ചെയ്ത് എല്ലാവരെയും കൊന്നുകളയരുത്, ഞാൻ അതിന് അനുവദിക്കില്ല, എനിക്ക് കുറച്ച് സമയം തരൂ, ഞാൻ ആ ഫ്ലൈറ്റ് എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്യിക്കാം, കുറച്ച് സമയം തരൂ എന്ന് പറഞ്ഞിട്ട് ഇവരോട് ചോദിക്കുക. പക്ഷെ മോളത്തെ ഓർഡർ ഇപ്പം തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാ. അവർ ഈ കൂട്ടുകാരൻ പൈലറ്റിനോട് മാറാൻ പറയുന്നുണ്ട്. അവൻ മാറില്ല, ഇതൊരു ഹൈജാക്കിംഗ് സിറ്റുവേഷനാണ്, എല്ലാവരെയും കൊല്ലിക്കരുത്, ദയവ് ചെയ്ത് കുറച്ച് സമയം തരൂ. കൂട്ടുകാരൻ ഹീറോയോട്, ടെയിൻ അവർ ഷൂട്ട് ചെയ്യാൻ തയ്യാറായി, ദയവേത് നീ ലാൻഡ് ചെയ്യ്, എല്ലാവരെയും കൊല്ലണ്ട, ദയവേത് ലാൻഡ് ചെയ്യ്, നോർത്ത് കൊറിയൻ ഫ്ലൈറ്റുകളും തയ്യാറായിട്ടുണ്ട്, അവരും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യും, ദയവേത് ലാൻഡ് ചെയ്യുന്ന പറയാണ്. ഹീറോയ്ക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ബോർഡറിലേക്ക് എത്താൻ. ഇതാ നമ്മൾ ചാകാൻ പോകുന്നു, നേരെ പറക്കെന്ന് പറയും വില്ലൻ. അപ്പം നമ്മുടെ മൂത്ത പൈലറ്റ് ക്യാപ്റ്റൻ പൈലറ്റ് ഹീറോയോട്, ടെയിൻ ഈ തെണ്ടി പറയുന്നത് കേൾക്കണ്ട, ഇനി നമ്മളെല്ലാവരും മരിക്കാൻ പോവല്ലേ, നോർത്തിലേക്ക് എന്തായാലും കൊണ്ടുപോകണ്ട, ഫ്ലൈറ്റ് പർവ്വതത്തിലേക്ക് ഇടിച്ചിറക്ക, യാത്രക്കാരെ കുടുംബത്തിന് അവരുടെ ബോഡിയെങ്കിലും കിട്ടട്ടെ, നോർത്തിലേക്ക് പോയാൽ അതുപോലും തിരിച്ചു കിട്ടില്ല, ഇടിച്ചിറക്ക, ഇനി ഒന്നും നോക്കാനില്ല, ഫ്ലൈറ്റ് തിരിച്ചിടിച്ചിറക്ക, നമ്മളിവൻ കൊല്ലട്ടെ. ഹീറോ ശരിയെന്ന് പറഞ്ഞ് ഇടിച്ചിറക്കുന്നത് പോലെ ഫ്ലൈറ്റ് ഓടിക്കുക. അപ്പോഴേക്കും വില്ലൻ വയലന്റ് ആവും. സമ്മതിക്കില്ലടാ, ഞാനിവനെ കൊന്നുകളയെന്ന് പറഞ്ഞ് അവൻ ചാടി എഴുന്നേൽക്കുക. ഈ സമയത്ത് ആ മിസൈൽ ജെറ്റ് കൂട്ടുകാരൻ തടസ്സം നിൽക്കുന്നതുകൊണ്ട് മിസൈൽ ജെറ്റുകാരൻ നേരെ മുകളിലേക്ക് ചെല്ലും. മുകളിൽ നിന്നാവുമ്പോൾ കറക്റ്റ് എയിം കിട്ടുമല്ലോ, ഇനി ഷൂട്ട് ചെയ്താൽ മതി, ബോർഡർ കിടക്കാൻ പാടില്ല. ഇവിടെ ഫ്ലൈറ്റ് നേരെ പറത്തിയില്ലെങ്കിൽ ഹീറോയുടെ തല പൊട്ടിക്കുന്നു പറഞ്ഞ് വില്ലൻ നിൽക്കുക. ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. ബോർഡറിന് ഇനി 5 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഈ മിസൈൽ ജെറ്റ് ഷൂട്ട് ചെയ്യാനും തയ്യാറാണ്. കറക്റ്റ് ബോർഡർ ടച്ച് ചെയ്യവേ ഹീറോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ചെയ്യാണ്. ഫ്ലൈറ്റ് നേരെ കുത്തനെ 90 ഡിഗ്രി തിരിച്ച് ആകാശത്തേക്ക് പറപ്പിക്കും, നേരെ മുകളിലേക്ക്. അപ്പൊ ഹൈജാക്കർ മാത്രമാണല്ലോ സീറ്റ് ഇരിക്കാതെ ബെൽറ്റ് ഇടാതെ നിൽക്കുന്ന, അവൻ തെറിച്ച് താഴേക്ക് വീഴും. ഹീറോ ബാക്കിയുള്ളവരോട് തലയും താഴ്ത്തി ബെൽറ്റ് മുറുക്കി സീറ്റ് മുറുക്കെ പിടിച്ചിരുന്നോളാൻ പറയും. എന്നിട്ട് ആകാശത്തിന് നേരെ മിസൈല് പോലെ പോവാണ് ഫ്ലൈറ്റ്. ഈ ഹൈജാക്കർ പയ്യൻ തെറിച്ച് വീഴുമ്പോൾ അവന്റെ കയ്യിലെ തോക്കും തെറിച്ചു പോകും. ഒരുപാട് ഉയരത്തിലേക്ക് ചെന്നിട്ട് ഫ്ലൈറ്റ് തലകീഴ മറിഞ്ഞ് പറക്കാണ്. ഇപ്പൊ കുത്തനെയല്ല, തലകീഴാണ്.
തലകീഴാവുമ്പോൾ ഹൈജാക്കർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. അവൻ ഫ്ലൈറ്റിന്റെ റൂഫിൽ എഴുന്നേറ്റ് നിന്നിട്ട് നേരെ കോക്പിറ്റിലേക്ക് ഓടി വരിക ഇവരെ പിടിക്കാൻ വേണ്ടി. ഹീറോ ആ സമയം നോക്കി വെട്ടിത്തിരിക്കും. ഇപ്പൊ സൈഡിലേക്ക് വെട്ടിപ്പറക്കാണ് ഫ്ലൈറ്റ്. ആ തിരിക്കലിൽ ഹൈജാക്കർ തെറിച്ച് തലയടിച്ച് വീഴും. അവന്റെ ബോധം പോയി. ഇപ്പൊ ഫ്ലൈറ്റ് ഹീറോ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ആ നേരത്തെ അറ്റൻഡർ സേഫ്റ്റി ഓഫീസർ അഴിച്ചുവിടുന്നുണ്ട്. ഹീറോ ഫൈറ്റർ ജെറ്റുമാർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. ഞാൻ ഫ്ലൈറ്റ് സൗത്തിലേക്ക് തിരിച്ചു, ദയവേത് ഷൂട്ട് ചെയ്യരുത് എന്ന് പറയും. എന്നിട്ട് മൂത്ത ക്യാപ്റ്റന്റെ കയ്യിൽ കൺട്രോൾ കൊടുത്തിട്ട്, സർ കുറച്ചു നേരം ഇത് പിടിച്ചു നിൽക്കൂ, ഞാൻ തന്നെ തിരിച്ചു വന്നിട്ട് ലാൻഡ് ചെയ്യാം. മൂത്ത ക്യാപ്റ്റൻ, എനിക്ക് കണ്ണ് കാണുന്നില്ല, നീ തിരിച്ചു വരണമെന്ന് പറയും. ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരാം, ഞാൻ ലാൻഡ് ചെയ്യിക്കാം, നിങ്ങൾ കുറച്ചു നേരം പിടിച്ചേക്കൂന്ന് പറഞ്ഞിട്ട് ക്യാബിനിലേക്ക് വരും. അവിടെ ഹൈജാക്കർ ബോധം വന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അവന്റെ കയ്യിലൊരു കത്തിയും കാണും. ഹീറോ അവനെ ചാടി പിടിച്ച് അടിച്ച് കീഴ്പ്പെടുത്താണ്. അവനാണെങ്കിൽ പ്രാന്ത് പിടിച്ചതുപോലെ, എനിക്ക് നോർത്തിലേക്ക് പോയേ തീരൂ, എനിക്കിങ്ങനെ ജീവിക്കണ്ട, മരിച്ചാലും ഞാൻ നോർത്തിലേക്ക് പോകും, എന്നെ നോർത്തിലേക്ക് കൊണ്ടുപോടാന്ന് പറഞ്ഞിട്ട് കയ്യിലെ കത്തി കൊണ്ട് ഹീറോയെ ആഞ്ഞു കുത്താൻ നിൽക്കുക. അപ്പോഴേക്കും സേഫ്റ്റി ഓഫീസർ എഴുന്നേറ്റ് ആ തോക്കുമായി, അനങ്ങിയാൽ നിന്നെ ഷൂട്ട് ചെയ്യും, കത്തി താഴെ നിലത്തേക്ക് കിടക്കുമെന്ന് പറയും. അപ്പൊ ആ വില്ലൻ കയ്യിലെ ഗ്രനേഡ് കാണിച്ചിട്ട്, മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അതിലെ സേഫ്റ്റി പിൻ അഴിക്കുക. അപ്പൊ ഹീറോ, മകനെ നിനക്ക് നിർത്താൻ സമയമായി, ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോഴേക്കും ഹൈജാക്കറെ വയറ്റിലേക്ക് ഒരു വെടി കൊണ്ടിട്ടുണ്ട്. ഹീറോ അത് കണ്ടിട്ട്, നീ പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ മരിക്കാൻ വിടില്ല, നീ ജീവനോടെ ഉണ്ടാവണം, നീ ജീവനോടെ ഉണ്ടായാലേ നിനക്ക് ഈ നാട്ടിൽ സംഭവിച്ചത് ഈ നാട്ടിൽ മറ്റാർക്കും സംഭവിക്കാതിരിക്കുകയുള്ളൂ, ആർക്കും അങ്ങനെ ഒരു ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കുകയുള്ളൂ, നീ ജീവനോടെ വേണം, ഇനി മതിയാക്ക, നീ ഇതിൽ തോറ്റു കഴിഞ്ഞിരിക്കുന്നു, കീഴടങ്ങ്, ആ ബോംബ് നിലത്ത് വെക്ക്. ഇത് കേട്ടിട്ടും ആ ഹൈജാക്കർ പയ്യൻ ഹീറോയുടെ അടുത്തേക്ക് അടുക്കുന്നുണ്ട്. സോ സേഫ്റ്റി ഓഫീസർക്ക് വേറെ വഴിയില്ല, അവന് ഷൂട്ട് ചെയ്യണം, ഷൂട്ട് ചെയ്ത് തീരൂ. അങ്ങേര് വീണ്ടും വീണ്ടും വെടിപൊട്ടിച്ച് അവനെ കൊന്നു കളയാണ്. അങ്ങനെ ഹൈജാക്കർ വീണു. അവന്റെ കയ്യിലെ പിന്നഴിച്ച ആ ബോംബ് നിലത്തേക്ക് തെറിച്ചു വീണു. ഇപ്പൊ ആ ബോംബ് ഓണാണ്. അത് പൊട്ടിയാൽ വീണ്ടും വലിയ അപകടം ഉണ്ടാവും. ആർക്കൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാന്നറിയില്ല. സേഫ്റ്റി ഓഫീസർ എല്ലാവരും തല താഴ്ത്തിയിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇത് പൊട്ടിയാൽ ഫ്ലൈറ്റിന്റെ കൺട്രോൾ വീണ്ടും പോവും. സോ നമ്മുടെ ഹീറോ കയ്യിലൊരു ഷീറ്റുമായിട്ട് ആ ബോംബിലേക്ക് ചാടിക്കിടക്കുകയാണ്. അതിന്റെ പൊട്ടൽ നിർത്താൻ കഴിയില്ല, വേണമെങ്കിൽ ആഘാതം കുറയ്ക്കാം. അതിനുവേണ്ടി ഹീറോ ജീവൻ പണയം വെച്ച് ആ ബോംബിലേക്ക് ചാടിക്കിടക്കും. ബോംബ് പൊട്ടിത്തെറിക്കുന്നു. ഒരു നിമിഷം ഹീറോയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഫ്ലൈറ്റിന് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ബ്ലാസ്റ്റിന്റെ ആഘാതം കഴിഞ്ഞിട്ട് ആൾക്കാർ ഓടി വന്ന് നോക്കുമ്പോൾ ഹീറോയുടെ ഒരു കൈ അറ്റുപോയിരിക്കുന്നു. അങ്ങേർക്ക് ജീവനുണ്ട്, എന്നാൽ ശരീരത്തെ പല ഭാഗങ്ങളും പൊട്ടിച്ചെതറിയിരിക്കുക. ഹൈജാക്കർ മരണപ്പെട്ടുവെന്ന് ആൾക്കാർ പറയും. ഉടനെ ക്യാപ്റ്റൻ പൈലറ്റ് ഫൈറ്റർ ജെറ്റുകാരെ വിളിച്ചിട്ട്, ഹൈജാക്കർ കൊല്ലപ്പെട്ടു, ഇനി ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യണം, വിമാനത്തിന് കേടുപാടുകളുണ്ട്, ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു തരുമെന്ന് പറയും. അപ്പൊ ആ കൂട്ടുകാരൻ ഫൈറ്റർ പൈലറ്റ്, തൊട്ടടുത്താണ് ബീച്ച്, ഞാൻ ഡയറക്ഷൻ കാണിച്ചു തരാം, ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ പറക്കുന്നുണ്ട്, എന്റെ പുറകെ വന്നോളൂ എന്ന് പറയും. അങ്ങനെ ഇവരെ പാസഞ്ചർ ഫ്ലൈറ്റ് ബീച്ച് നോക്കി ലാൻഡിങ്ങിന് പോവാണ് ഫൈറ്റർ ജെറ്റിന്റെ കൂടെ. എന്നാൽ ലാൻഡ് ചെയ്യാൻ ക്യാപ്റ്റന് കഴിയില്ല, ക്യാപ്റ്റന് കണ്ണ് കാണുന്നില്ലല്ലോ. ലാൻഡ് ചെയ്യാൻ ഹീറോയുടെ സഹായം വേണം. ക്യാപ്റ്റൻ ഹീറോയെ വിളിക്കും, ടെയിൻ നീ ഇല്ലാതെ എനിക്ക് ഫ്ലൈറ്റ് ഇറക്കാൻ കഴിയില്ല, നിനക്ക് വരാൻ കഴിയോ? ഹീറോ, ഞാൻ വരാം, ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് തന്റെ അറ്റുപോയ കൈയും കെട്ടിവെച്ച് യാത്രക്കാരെ സഹായത്തോടെ കോ പൈലറ്റ് സീറ്റിൽ വന്നിരിക്കുകയാണ്. ഈ അവസാനത്തെ ബോംബ് പൊട്ടിയപ്പോൾ ചെറിയൊരു ഹോള് കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് യാത്രക്കാര് കൈ കിട്ടിയ സാധനങ്ങൾ വെച്ച് അടച്ചു കളയും. ഇപ്പൊ ലാൻഡിങ്ങിൽ മറ്റൊരു കുഴപ്പം കൂടെ ഉണ്ട്. ഇവരെ വീല് റിലീസ് ആവുന്നില്ല. ഫ്ലൈറ്റിന് പറ്റിയ തകരാറിൽ അത് ജാം ആയിരിക്കുക. ഹീറോയെ യാത്രക്കാരെ പിടിച്ചു കൊണ്ടുപോയി ഇരുത്തുന്നു. വീല് ജാം ആയതുകൊണ്ട് അത് വേറെ ഏതെങ്കിലും രീതിയിൽ റിലീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ, ഒരു മാനുവൽ സ്വിച്ച് ഉണ്ട് സ്റ്റെപ്പിന് താഴെയായിട്ട്, അതീ പിടിച്ച് വലിച്ചാൽ മതി, വീല് റിലീസ് ആകും. പക്ഷെ ഒരാൾ പിടിച്ച് വലിച്ചാൽ നടക്കില്ല, ഒരുപാട് പേരുടെ ശക്തി വേണം. സോ യാത്രക്കാരെല്ലാം കൂടി ചേർന്ന് കയറ് കെട്ടി ആ വീലിന്റെ ലിവർ പിടിച്ച് വലിച്ചത് തുറക്കുകയാണ്. ഇപ്പൊ ലിവർ തുറന്നു, ഇനി ലാൻഡ് ചെയ്യാൻ പോവാ. ക്യാപ്റ്റൻ പൈലറ്റ് ഹീറോയോട് അനൗൺസ്മെന്റ് ചെയ്യാൻ പറയും. അങ്ങേരാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഹീറോ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഓഫീസറാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോ എമർജൻസി ലാൻഡിങ്ങിന് പോവാണ് ബീച്ചിൽ. നിങ്ങൾക്ക് ഇമ്പാക്ട് ഉണ്ടാവും, അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് മുറുകെ കെട്ടിവെക്കുക, തല താഴ്ത്തിയിരിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് കൊണ്ടുപോകാൻ കഴിയാത്തതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു, എന്നോട് ക്ഷമിക്കൂ. ഇത് പറഞ്ഞ് ഹീറോ അനൗൺസ്മെന്റ് അവസാനിപ്പിക്കും. ഇപ്പൊ അങ്ങേരുടെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ശരീരം ആസകലം ചിന്നിച്ചെതറിയിട്ടുണ്ട്, രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യണം. ഫ്ലൈറ്റിൽ നിന്ന് നോക്കിയാൽ ഇപ്പൊ ബീച്ച് കാണാം. അപ്പോഴാണ് മറ്റൊരു കുഴപ്പം സംഭവിക്കുന്നത്. ഇവരെണ്ണ റിലീസ് ചെയ്തുകൊണ്ട് തന്നെ മുഴുവൻ ഫ്യൂലും കഴിഞ്ഞിട്ട് 2 എഞ്ചിനും ഓഫായി. ഇനിയിപ്പോ നോർമൽ ലാൻഡിങ് നടക്കില്ല. എണ്ണ കഴിഞ്ഞു, ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ എന്ന് ക്യാപ്റ്റൻ ചോദിക്കും. ഫസ്റ്റ് ഓഫീസറായ ഹീറോ പാതി ബോധത്തോടെ, നമ്മൾ ഇനി ഗ്ലൈഡ് മോഡിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്, അതാണ് ചെയ്യേണ്ടതെന്ന് പറയും. അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഗ്ലൈഡ് മോഡിൽ ഇടുകയാണ്. എണ്ണ തീർന്നാലും ഫ്ലൈറ്റ് നിരക്കി ഇറക്കിയിട്ട് ലാൻഡ് ചെയ്യിക്കുക. അത് വലിയ റിസ്ക് ഉള്ള പരിപാടിയാണ്. ലോകത്തങ്ങനെ അധികം പേര് ചെയ്തിട്ടില്ല. വലിയ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യുക. എണ്ണ മുഴുവൻ കത്തി തീർന്നാലും പേപ്പർ പോലെ പറത്തി ഇറക്കാൻ പറ്റും ഫ്ലൈറ്റ്. അതാണ് അതിന്റെ രൂപകൽപ്പന. മുഴുവൻ
എണ്ണ തീർന്നുകൊണ്ട് ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ലാൻഡിങ് കറക്റ്റായി കിട്ടിയില്ലെങ്കിൽ ഡാമേജ് വന്ന് യാത്രക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയുണ്ട്. എന്തായാലും ഇപ്പൊ ബീച്ചിലേക്ക് ഹീറോയും ക്യാപ്റ്റനും കൂടെ ചേർന്ന് ഗ്ലൈഡ് ചെയ്ത് മണലിലൂടെ തെന്നിച്ചറക്കാണ്. ഫ്ലൈറ്റ് കുത്തി തെന്നി പല ഭാഗങ്ങളും പൊട്ടിക്കേറി എങ്ങനെയൊക്കെയോ വലിയ കുഴപ്പങ്ങളില്ലാതെ കടലോട് ചേർന്ന് ലാൻഡാവും. ഇറക്കിയ രീതിയിൽ നിന്നും ഓപ്പോസിറ്റ് ആണ്. ഫ്ലൈറ്റ് എതിർഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് ലാൻഡ് ആവുന്നത്. എല്ലാവരും പേടിച്ചരണ്ട് നിൽക്കുന്നു. കണ്ണ് തുറക്കുമ്പോൾ ഫ്ലൈറ്റ് കുറെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും യാത്രക്കാർക്ക് വലിയ പരിക്കൊന്നുമില്ല. എല്ലാവരും ജീവനോടുണ്ട്. എല്ലാവരും ഓക്കെയാണ്. ഓരോരുത്തരായിട്ട് അവര് ഫ്ലൈറ്റിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങും. രക്ഷപ്പെട്ടതിന്റെ സന്തോഷം പരസ്പരം പങ്കുവയ്ക്കുക. എന്നാൽ നമ്മുടെ ഹീറോ ഫസ്റ്റ് ഓഫീസർ എല്ലാവരെയും സുരക്ഷിതരായി എത്തിക്കുമെന്ന് വാക്കുകൊടുത്ത അങ്ങേര് എല്ലാവരെയും എത്തിച്ചതിന് ശേഷം കണ്ണു തുറക്കില്ല. അറ്റൻഡർ ഒരുപാട് തട്ടി വിളിക്കും. ഓഫീസർ ഓഫീസർ എല്ലാവർക്കും ജീവനുണ്ട്, ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ സേഫ് ആയിട്ട് എത്തിച്ചു, കണ്ണു തുറക്കൂ. ക്യാപ്റ്റൻ പറയും, ടേൻ കൺഗ്രാറ്റ്സ്, പാസഞ്ചർ ഫ്ലൈറ്റിലെ ഫസ്റ്റ് ലാൻഡിംഗ് നീ വൃത്തിയായിട്ട് ചെയ്തോടാ, ഗുഡ് വർക്ക്, നീ ചെയ്തിരിക്കുന്നു, യു മേഡ് ഇറ്റ്. അങ്ങനെ നമ്മുടെ ഹീറോ, ഈ കഥയിലെ യഥാർത്ഥ നായകൻ, സ്വന്തം ജീവൻ കൊടുത്ത് ജനങ്ങളെ എല്ലാം രക്ഷപ്പെടുത്തി. ഹീറോ മരണപ്പെട്ടു. ഈ ഫ്ലൈറ്റ് എങ്ങനെയാണോ സിനിമയിൽ കടന്നത് അതേപോലെ തന്നെയായിരുന്നു 1971 ആ ക്രാഷ് ലാൻഡിങ്ങിൽ അന്നത്തെ ഫ്ലൈറ്റും കടന്നിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഓഫീസർ ഹീറോയും ആ ഹൈജാക്കറും മാത്രമാണ് അന്ന് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നവരിൽ മരണപ്പെട്ടത്. ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഫസ്റ്റ് ഓഫീസർ ബോംബിലേക്ക് ചാടി വീണ് ബോംബിന്റെ ആഘാതം കുറയ്ക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ലാൻഡിങ്ങിനും സഹായിച്ചിട്ടാണ് അങ്ങേര് മരണമടയുന്നത്. അവിടെ വെച്ച് ഈ ഹൈജാക്ക് 1971 എന്ന സിനിമ അവസാനിക്കുന്നു. ഒരു യഥാർത്ഥ നായകന്റെ കഥയായിരുന്നത്. വിഷമാണെങ്കിലും വലിയൊരു ഇൻസ്പിറേഷനും കൂടിയാണ്. പല കാര്യങ്ങളിൽ നമ്മളെല്ലാവരും അഹങ്കരിച്ചാലും വലിയ എന്തൊക്കെയോ ചെയ്തു എന്ന് വിചാരിച്ചാലും ഒരിക്കലും അവരോളൊന്നും ആവില്ല എന്നുള്ളത് ഇങ്ങനെയുള്ള യഥാർത്ഥ സംഭവങ്ങൾ അറിയുമ്പോഴാണ്. ഒരു പൈലറ്റ് ആവണമെങ്കിൽ എന്തോരം പഠിക്കണം, എന്തോരം കഴിവുള്ള ആളായിരിക്കണം. എന്നാലും തന്റെ എല്ലാ യാത്രക്കാരുടെ ജീവനെക്കാട്ടിലും തന്റെ ജീവനോ ജീവിതത്തിനോ കൂടുതൽ വില അവർ കൽപ്പിക്കുന്നില്ല. യാത്രക്കാർക്കാണ് ആദ്യ പങ്ക്. ഇത് മാക്സിമം എല്ലാ പൈലറ്റുമാരും ഇങ്ങനെ തന്നെയാണ്. അപകടം സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യം അറിയുന്നത് പൈലറ്റുമാരായിരിക്കും. അവർക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയും അറിയുമായിരിക്കാം. എന്നാലും അവർ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഈ യാത്രക്കാരെ രക്ഷപ്പെടുത്താനാണ് ആദ്യം ചിന്തിക്കുക. എത്രയോ പൈലറ്റുമാർ അവസാനം ഇറങ്ങവേ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കപ്പലിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ കാവൽക്കാർ. അതുകൊണ്ട് അവരോട് വലിയ മര്യാദയാണ്, വലിയ സ്നേഹമാണ്. ഇപ്പൊ റീസെന്റായി ഒരു വലിയ വിഷമമുണ്ടാകുന്ന സംഭവം നമ്മുടെ നാട്ടിലുണ്ടായി. അതിൽ ആരെയൊക്കെ കുറ്റം പറഞ്ഞാലും നഷ്ടം കുടുംബത്തിനാണ് ഉണ്ടായത്. നമുക്ക് ആ പാവപ്പെട്ടവരെയും സ്മരിക്കാം. എന്നാ പിന്നെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ടുമാസ്.